അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് സോമനാഥ് റെസ്റ്റോറൻറ്റ്. നമ്മൾ കഴിക്കാൻ പോണത് മസാല ദോശ. ഇത് കൂടുതലായി, നിങ്ങളുടെ ആക്ടിങ് ചെയ്യാൻ പറഞ്ഞു, ഓവർ ആക്ടിങ് ഞാൻ പറഞ്ഞു. ഇത് മേടിച്ച് പൊറോട്ട പറയുമ്പോൾ ഈ എക്സ്പ്രഷൻ കൊടുക്കില്ല. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കും. അതെ, ആദ്യം നമ്മുടെ ഗുജറാത്തികളുടെ ചട്നി, മലയാളിയുടെ ഐക്കോണിക് എക്സ്പ്രഷൻ ഒന്നും ഇട്ട ഏതാ ആ ഐക്കോണിക് എക്സ്പ്രഷൻ ഒന്നും ഇല്ല. സാമ്പാർ, ഇത് ഗുജറാത്തികളുടെ പ്രത്യേക ടൈപ്പ് സാമ്പാർ. കുഴപ്പമില്ല, കുഴപ്പമില്ല. എങ്ങനെയാടാ? ആ ഇപ്പം ചൂടാവൂല, ഇത്തിരി തണുക്കട്ടെ. പറഞ്ഞു അവനോട് ഞാൻ പറയണ ഞാൻ പറയാം. നിങ്ങൾക്ക് വേണം ഞാൻ ഇതേത് മെത്തി കഴിച്ചില്ലേ? ചേട്ടനോട് കേട്ടോ നിങ്ങൾ ഇല്ല ഇല്ലെന്നുകൊണ്ട് വളരെ ഈ ആദ്യ പൊറോട്ട വളരെ ഹെവിയാണ്. സമയത്ത് ഇവരുടെ 2 ചായ അല്ലേ നിങ്ങൾക്ക്? പ്രശ്നം അല്ലല്ല, ഇവിടുത്തെ ചായ വ്യത്യാസമാണ്. ഇവിടുത്തെ വ്യത്യാസം നല്ല വെളിയിൽ പോയി ചായ എടുക്കുന്നത്. നിങ്ങൾക്ക് സിൽവറിൽ കിട്ടുള്ളൂ. എനിക്കൊരു സിൽവറിനെ മേടിക്കുന്നത്. ഞാൻ വില 200 രൂപ. അതെ, വില കുറവ്. അത് നെഗോഷ്യബിളാണ്, ഫൈനലാണ്. എവിടെയത്? പക്ഷേ ഷൈനിങ് കുറവാണ്. ആവശ്യം സിൽവറിന് ഒരു മിനിറ്റായി. പക്ഷേ ഈ മുളക് തിന്നണം നല്ലതാന്ന് പറഞ്ഞ പ്രഷറിന് അതറിയില്ല അല്ലേ? അറിയോ? കാരണം പറയണത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അതല്ല എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഉള്ളിലൊരു എൻസൈം ഇല്ലേ, അത് നിങ്ങളുടെ ആർട്ടറീസിനെ വികസിപ്പിക്കും. അപ്പോൾ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ പ്രഷർ കുറയുമെന്ന് പറയണം. അപ്പോൾ മുളകും വെളുത്തുള്ളി ഇതെല്ലാം പച്ചയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഗുണം എന്ന് പറഞ്ഞാൽ ആർട്ടറീസ് വികസിക്കും. ഈ ആർട്ടറീസ് വികസിക്കുന്ന കാരണമാണ് പ്രഷർ കൂടുന്നത്. കാരണം ഹാർട്ടിന് പമ്പ് ചെയ്യാൻ കൂടുതൽ ഇത് വേണം. വാസോ ഡയലേഷൻ ആണ് ഇതിൻ്റെ ഫങ്ഷൻ. नितुल भाई चाय कैसा है?